ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളും അടിസ്ഥാന വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാർഷിക വിളകളും മറ്റും കോഡ് രൂപത്തിൽ തന്നെ മിസ് ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുപോയി കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കാർഷിക വിളകൾ. പൊതുവെ നമ്മൾ ഇന്ത്യയിലെ കാർഷിക വിളകളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്: ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. ഭക്ഷ്യവസ്തുക്കൾക്കായിട്ട് നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യധാന്യങ്ങൾ. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഉദാഹരണം നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയൊക്കെ. ഇനി വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. പരുത്തി, ചണം, കാപ്പി, ഏലം, കുരുമുളക്, റബ്ബർ ഇതൊക്കെ നാണ്യവിളകൾക്ക് ഉദാഹരണമാണ്. ഇനി ഉപജീവനത്തിനായിട്ടോ വാണിജ്യാവശ്യങ്ങൾക്കായിട്ടോ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഭക്ഷ്യധാന്യങ്ങൾ ഒരു പ്രധാന വിളയായി തന്നെയാണ് കൃഷി ചെയ്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആകെ കൃഷിഭൂമിയുടെ എത്ര ഭാഗമാണ് ഭക്ഷ്യധാന്യങ്ങൾ? 2/3 ഭാഗമാണ്. 2/3 ഭാഗം. ഇന്ത്യയിലെ ആകെ കൃഷിഭൂമിയുടെ 2/3 ഭാഗവും ഭക്ഷ്യധാന്യങ്ങളാണ് കൃഷി ചെയ്തു വരുന്നത്. ഓക്കെ, ഭക്ഷ്യധാന്യങ്ങളെ അവയുടെ ഘടന അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കാം: ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും. നമ്മൾ കണ്ടു, ആദ്യം കാർഷിക വിളകളെ രണ്ടായി തരംതിരിച്ചു: ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഇന്ത്യയിലാകെ കൃഷിഭൂമിയുടെ 2/3 ഭാഗവും ഭക്ഷ്യധാന്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ ഘടന അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു: ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും. ഓക്കെ, ധാന്യങ്ങളെ പിന്നീടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്: മൃദുധാന്യങ്ങളെന്നും പരുക്കൻ ധാന്യങ്ങളെന്നും. ഇതിൽ മൃദുധാന്യങ്ങൾ നെല്ല്, ഗോതമ്പ് തുടങ്ങിയവയാണ്. പരുക്കൻ ധാന്യങ്ങൾ ചോളം, അരിച്ചോളം, ബജ്ര, റാഗി തുടങ്ങിയവയാണ്. അപ്പോൾ ഇവ ഓരോന്നും നമുക്ക് അവയുടെ സവിശേഷതകൾ കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇനി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യവിള ഏതാണ്? നെല്ല്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നെല്ലിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോകത്തിൽ നെല്ല് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. ലോകത്തിൽ നെല്ല് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ അരി ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമോ? അതും ചൈന തന്നെയാണ് കേട്ടോ. ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യവും ചൈനയാണ്. അപ്പോൾ 2-ാം സ്ഥാനത്തോ? അത് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യവിള നെല്ലാണ്. ലോകത്തിൽ നെല്ല് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതും ചൈന തന്നെയാണ്. നെല്ലുൽപാദനത്തിലും അരിയുടെ ഉപഭോഗത്തിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈന തന്നെയാണ്. ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. നെൽകൃഷിക്ക് വേണ്ട താപനില എത്രയാണ്? 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള താപനില. നെൽകൃഷിക്ക് വേണ്ട മഴയോ? അത് 150 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ്. 150 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള മഴ. താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും മഴ 150 സെൻറ്റിമീറ്ററിൽ കൂടുതലുമാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇനി നെല്ല് എന്ത് തരം വിളയാണ്? നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഓർത്തിരിക്കുക കേട്ടോ, നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എളുപ്പമാണ്, ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഇതെങ്ങനെയാണ് ഉപയോഗം വരിക എന്നറിയോ? ചിലപ്പോൾ ഇത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യത്തിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റായി വന്നേക്കാം. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന സവിശേഷതകൾ ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ചോദ്യമൊക്കെ വന്നേക്കാം. കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനത്തെ ചോദ്യം? അപ്പോൾ അതിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നെല്ലായി വരാം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും ആവശ്യമുള്ള മഴ 150 സെൻറ്റിമീറ്ററിൽ കൂടുതലുമാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ഇനി നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവ എന്നാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്.
ഇനി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ചത് 2004 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ചത് 2004. ഇതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? ഓർത്തിരിക്കുക, 2023 കേട്ടോ. ഭക്ഷ്യ കാർഷിക സംഘടനയും ഐക്യരാഷ്ട്രസഭയും 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023, അന്താരാഷ്ട്ര നെല്ല് വർഷം 2004. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, കണക്റ്റഡ് ആയിട്ട് പഠിച്ചാൽ മറന്നു പോവില്ല. ഇനി നെൽകൃഷിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് നെൽകൃഷിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. ബസുമതി അരിക്ക് പേറ്റന്റ് നേടിയ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുണ്ട്, അതാണ് റൈസ് ടെക് ആണ് ബസുമതി അരിക്ക് പേറ്റന്റ് നേടിയ ബഹുരാഷ്ട്ര കമ്പനി. റൈസ് ടെക് പേര് വെച്ച് തന്നെ കണക്ട് ചെയ്യുക അല്ലേ, അത് ബസുമതി അരിയാന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ബസുമതി അരിക്ക് പേറ്റന്റ് നേടിയത് റൈസ് ടെക് ആണ്. ഇനി ഇന്ത്യയിൽ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാട് നമുക്കറിയാം അല്ലേ, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അത് ആലപ്പുഴ ജില്ലയിലാണ്. എന്നാൽ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റാണ്, എന്നാലും ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇന്ത്യയിൽ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം കുട്ടനാടാണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ്. ഓക്കെ, ഇനി ഈ കുട്ടനാട്ടിലെ നെൽകൃഷി പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്തൊരു പദ്ധതിയുണ്ട്, അതാണ് കുട്ടനാട് പാക്കേജ്. കുട്ടനാട്ടിലെ നെൽകൃഷി പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു പദ്ധതിയുണ്ട്, അതാണ് കുട്ടനാട് പാക്കേജ്. ഓക്കെ, അടുത്തത് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? PSC ചോദിച്ച് ആ ചോദ്യങ്ങൾ കണ്ട് നമുക്ക് മനപ്പാടായ ഒരു ചോദ്യമാണ് അല്ലേ. മനിലയിലാണ്. അന്താരാഷ്ട്ര നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലെ മനിലയിലാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കട്ടക്കിലാണ്. ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനിലയിലും കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കിലുമാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടും കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? അത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? അത് പഞ്ചാബാണ് കേട്ടോ, മാറിപ്പോരുത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശും ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബുമാണ്. അങ്ങനെയാണെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. തെക്കേ ഇന്ത്യയുടെ ധാന്യപുരയോ? അത് തഞ്ചാവൂരാണ് കേട്ടോ. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശ്, ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബ്, തെക്കേ ഇന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂർ. ഓക്കെ, പൊതുവെ നെല്ല് ആർദ്ര ഉഷ്ണമേഖലാ വിളയായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ വ്യത്യസ്ത കാർഷിക കാലാവസ്ഥാ മേഖലകളിൽ വളരുന്ന 3000-ഓളം തരം നെല്ലിനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പറഞ്ഞു വരുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങൾ, ഇന്ത്യയുടെ ആർദ്രമായ കിഴക്കൻ പ്രദേശങ്ങൾ മുതൽ ജലസേചന സൗകര്യമുള്ള പഞ്ചാബ്, ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ ഭാഗം, വടക്കൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിൽ പോലും ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ പശ്ചിമ ബംഗാളിലും നെൽകൃഷിക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായതുകൊണ്ട് ഒരു കാർഷിക വർഷത്തിൽ 2-3 തവണ വരെ നെൽകൃഷി ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പഞ്ചാബിലെ ഒന്നും അവസ്ഥ അങ്ങനെയല്ല. ഹരിത വിപ്ലവത്തിന് ശേഷം 1970-കളിലാണ് പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങളിൽ നെൽകൃഷി ആരംഭിക്കുന്നത്. ജനിതകമാറ്റം വരുത്തിയിട്ടുള്ള വിത്തിനങ്ങൾ, വളങ്ങളുടെയും കീടനാശിനികളുടെയൊക്കെ ഉപയോഗം, വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിളകളിൽ കീടബാധ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഒരു സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് ഉയർന്ന നെല്ലുൽപാദനം ഉണ്ടായിട്ടുള്ളത്. ഇനി പശ്ചിമ ബംഗാളിലെ പ്രധാന നെല്ലിനങ്ങൾ, നമ്മുടെ SCERT ടെക്സ്റ്റിൽ പറയുന്ന പശ്ചിമ ബംഗാളിലെ പ്രധാന നെല്ലിനങ്ങൾ ഇതൊന്നും ഓർത്തിരിക്കുക. ഓസ്, അമൻ,
ബോറോ. ഇതാണ് പശ്ചിമ ബംഗാളിലെ പ്രധാന നെല്ലിനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പേരുകളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെല്ലിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൃദുധാന്യമായിട്ടുള്ള ഗോതമ്പിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗോതമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെല്ല് എന്ത് വിളയായിരുന്നു? ആർദ്ര ഉഷ്ണമേഖലാ വിളയാണ്. ആർദ്ര ഉഷ്ണമേഖലാ വിളയാണ് നെല്ല്. ഗോതമ്പ് ഒരു മിതോഷ്ണ മേഖലാ വിളയാണ്. ഇന്ത്യയിൽ ശൈത്യകാലത്ത്, അതായത് റാബി കാലത്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പ് എന്ത് വിളയാണ്? ഗോതമ്പ് റാബി വിളയാണ്. അപ്പോൾ നെല്ല് എന്ത് വിളയായിരുന്നു? നെല്ല് ഖാരിഫ് വിളയാണ്. ഗോതമ്പ് റാബി വിളയാണ്, നെല്ല് ഖാരിഫ് വിളയാണ്. എല്ലാം കണക്ട് ചെയ്തും കമ്പയർ ചെയ്തും തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും, മറന്നു പോവില്ല, തെറ്റിപ്പോവുകയില്ല. ഓക്കെ, ഇന്ത്യയിൽ റാബി കാലത്ത്, ശൈത്യകാലത്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ഗോതമ്പ് ഒരു റാബി വിളയാണ്, ഒരു മിതോഷ്ണ മേഖല വിളയാണ്. അതായത് ഇവിടെ ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, താപനിലയൊക്കെ കുറച്ച് മതിയായിരിക്കും നെല്ലിനെ അപേക്ഷിച്ച്. ഇപ്പോൾ നോക്കാം, ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 10 മുതൽ 26 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില. അപ്പോൾ മഴയോ? മഴ 75 സെൻറ്റിമീറ്റർ ആണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മഴ 75 സെൻറ്റിമീറ്റർ ആണ്. കുറവ് മതിയല്ലേ നെല്ലിനെ അപേക്ഷിച്ച്. ഇനി ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റിവം. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റിവം. നെല്ലിൻ്റെ എന്തായിരുന്നു? ഒറൈസ സറ്റൈവ. മാറിപ്പോകരുത്, തെറ്റിപ്പോകാനും പാടില്ല. റിപ്പീറ്റ് ചെയ്ത് നോക്കി കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ, അപ്പോൾ തെറ്റിപ്പോവില്ല. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റിവ. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ. ഗോതമ്പിൻ്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മഴ 75 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. സമുദ്രനിരപ്പിൽ നിന്നും 2700 മീറ്റർ ഉയരമുള്ള ഹിമാലയ പ്രദേശങ്ങളിലും സിന്ധു ഗംഗ സമതലങ്ങളിലും മാൾവ പീഠഭൂമിയിലുമാണ് ഗോതമ്പ് കൃഷി പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. ആ ഒരു പ്രദേശം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഗോതമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശും ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെല്ലിനെക്കുറിച്ചും ഗോതമ്പിനെക്കുറിച്ചും പൊതുവായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇവയ്ക്ക് പൊതുവായിട്ട് മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട്. അതാണ് സ്വയം പരാഗണം. സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് നെല്ലും ഗോതമ്പും. ഇനി കണക്റ്റഡായിട്ട് മറ്റൊരു ഫാക്റ്റ് പറയാം. കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് 24 മണിക്കൂറും സൗജന്യമായി വൈദ്യുതി നൽകാൻ തീരുമാനിച്ചൊരു സംസ്ഥാനമുണ്ട്. അത് തെലങ്കാനയാണ്. കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് 24 മണിക്കൂറും സൗജന്യമായി വൈദ്യുതി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. അതുകൂടി കണക്റ്റഡായിട്ടൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പരുക്കൻ വിളകളെക്കുറിച്ച് നോക്കാം. ഒന്നാമതായിട്ട് ചോളം. ചോളം ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അതിനർത്ഥം ചോളം കൃഷിയെ താപനില വല്ലാതെ ബാധിക്കുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴ നോക്കാം. മഴ 75 സെൻറ്റിമീറ്റർ ആവശ്യമാണ്. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴ 75 സെൻറ്റിമീറ്റർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. ഈ ചോളം കൃഷിക്ക് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്.
എന്നാൽ അർദ്ധ ഊഷര കാലാവസ്ഥാ സാഹചര്യങ്ങളിലും, അതായത് വരണ്ട സെമി അരിഡ് പോലുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഗുണനിലവാരം കുറഞ്ഞ മണ്ണിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് ചോളം. ഈ കാലാവസ്ഥാ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കാലാവസ്ഥ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അർദ്ധ ഊഷര കാലാവസ്ഥാ സാഹചര്യങ്ങളിലും ഗുണനിലവാരം കുറഞ്ഞ മണ്ണിലും കൃഷി ചെയ്യുന്ന വിളയാണ് ചോളം. ഓർത്തിരിക്കുക കേട്ടോ. ഈ ഒരു വാക്കുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഭക്ഷണത്തിനായിട്ടും അതുപോലെ കാലിത്തീറ്റയ്ക്കുമായിട്ടും ഒക്കെ ചോളം കൃഷി ചെയ്ത് കാണാറുണ്ട്. ഇന്ത്യയിൽ കിഴക്കൻ പ്രദേശങ്ങളിലും അതുപോലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും പഞ്ചാബിലും ഒഴികെ ബാക്കി എല്ലായിടത്തും ചോളം കൃഷി നടത്താറുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകത്തിലാണ്. എന്നാൽ പ്രധാനമായിട്ടും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും കൂടി ഒന്ന് നോക്കി വയ്ക്കാം. കർണാടക ഒന്നാമതായിട്ട്, തുടർന്ന് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് കേട്ടോ. കിഴക്കൻ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും പഞ്ചാബിലും ഒഴികെ ബാക്കി എല്ലായിടത്തും ചോളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കർണാടക ഒന്നാമതായിട്ട്, രണ്ടാമത് മധ്യപ്രദേശാണ്, അതേ തുടർന്ന് ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഇനി അരിച്ചോളം. അരിച്ചോളം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സോർഗം. ഇത് മില്ലറ്റ് എന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കേട്ടോ. മധ്യ ഇന്ത്യയിലെയും ദക്ഷിണ ഇന്ത്യയിലെയും അർദ്ധ ഊഷര പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവിളയാണ് അരിച്ചോളം. മധ്യ ഇന്ത്യയിലെയും ദക്ഷിണ ഇന്ത്യയിലെയും അർദ്ധ ഊഷര പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയാണ് അരിച്ചോളം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖാരിഫ്, റാബി കാലങ്ങളിൽ അരിച്ചോളം കൃഷി ചെയ്ത് കാണാറുണ്ട്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊരു ഖാരിഫ് വിളയാണ്. ഓക്കെ. അരിച്ചോളം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖാരിഫ്, റാബി കാലങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. ഉത്തരേന്ത്യയിൽ അരിച്ചോളം ഒരു ഖാരിഫ് വിളയാണ്. ഓക്കെ. അടുത്തത് തിന അല്ലെങ്കിൽ ബജ്ര. രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം, വടക്കു പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിലാണ് തിന പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്നത്. അതായത് ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയുള്ള ഭാഗങ്ങളിൽ. ഈ പ്രദേശത്ത് അടിക്കടി ഉണ്ടാവുന്ന വരണ്ട ഇടവേളകളെയും അതുപോലെ വരൾച്ചയെയും ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വിളയാണ് തിന. അതായത് തിന ഒരു ഹാർഡി ക്രോപ്പാണ്, ഒരു കഠിന വിളയാണ്. ഓക്കെ. ഈ ഒരു തിന ഒറ്റയ്ക്കോ മിശ്രവിളകളുടെ ഭാഗമായിട്ടോ ഒക്കെ കൃഷി ചെയ്ത് കാണാറുണ്ട്. ഒറ്റയ്ക്കോ മിശ്രവിളകളുടെ ഭാഗമായിട്ടോ ഒക്കെ തിന കൃഷി ചെയ്യാറുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയുള്ള ഭാഗങ്ങളിലാണ് തിന കൃഷി ചെയ്യുന്നത്. ഇത് പ്രദേശത്ത് അടിക്കടിക്ക് ഉണ്ടാവുന്ന വരണ്ട ഇടവേളകളെയും വരൾച്ചയെയും പ്രതിരോധിക്കുന്നതിനുള്ള ഒരു കഠിന വിളയാണ്. ഒറ്റയ്ക്കോ മിശ്രവിളകളുടെ ഭാഗമായിട്ടോ ഇവ കൃഷി ചെയ്ത് കാണാറുണ്ട്. ഓക്കെ. ഇനി പയറുവർഗ്ഗങ്ങൾ നോക്കാം. മാംസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ സസ്യാഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പയറുവർഗ്ഗങ്ങൾ. ഇവയുടെ ഒരു പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നു. അതായത് നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നവയാണ് പയറുവർഗ്ഗ വിളകൾ. ഇനി പയറുവർഗ്ഗ വിളകളുടെ കൃഷി പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും പീഠഭൂമികളിലും, അതായത് ഡെക്കാൻ പീഠഭൂമിയിലെയും മധ്യ പീഠഭൂമിയിലെയും വരണ്ട പ്രദേശങ്ങളിലാണ്. ഓക്കെ. പയറുവർഗ്ഗ വിളകളുടെ കൃഷി പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഡെക്കാൻ പീഠഭൂമിയിലെയും മധ്യ പീഠഭൂമിയിലെയും വരണ്ട പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഉത്പാദനശേഷി വളരെ കുറവാണ്. അതായത് വരണ്ട പ്രദേശങ്ങളിൽ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ പയറുവർഗ്ഗങ്ങളുടെ ഉത്പാദനശേഷി വളരെ കുറവാണ്. ഇനി പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മിതോഷ്ണ മേഖലാ വിളയായിട്ടുള്ള പയറ് ഒരു മിതോഷ്ണ മേഖലാ വിളയാണ്. റാബി കാലത്ത് മഴയെ ആശ്രയിച്ചാണ് പയർ കൃഷി ചെയ്യുന്നത്. പയർ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ എന്നിവയാണ്. ജനറലായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പ്രധാനമായിട്ടും പയർ ഒരു മിതോഷ്ണ മേഖലാ വിളയാണ്. റാബി കാലത്ത് മഴയെ ആശ്രയിച്ചാണ് പയർ കൃഷി ചെയ്യുന്നത്. ഓക്കെ. ഇനി തുവര. ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പയറുവർഗ്ഗ വിളയാണ് തുവര. ചെമ്പയർ എന്നും പീജിയൻ പയർ എന്നൊക്കെ ഈ ഒരു തുവര അറിയപ്പെടുന്നുണ്ട്.
മധ്യ ഇന്ത്യയിലും ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലും മഴയുടെ സഹായത്തോടെ വരണ്ട പ്രദേശങ്ങളിലും ഈ ഒരു കാർഷിക വിള കൃഷി ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് തുവര പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പേരുകളൊന്ന് കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. ചെമ്പയർ എന്നും പീജിയൻ പയറെന്നും തുവര അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പയറുവർഗ്ഗ വിളയാണ് തുവര. മറ്റ് പേരുകൾ ഓർത്തിരിക്കുക, ചെമ്പയറും പീജിയൻ പയറും. കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പയറുവർഗ്ഗങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എണ്ണക്കുരുക്കളെ കുറിച്ച് നോക്കാം. മാൾവ പീഠഭൂമി, മറാത്തവാഡ, ഗുജറാത്ത്, രാജസ്ഥാൻ, തെലങ്കാന, ആന്ധ്രാപ്രദേശിലെ റായലസീമ, കർണാടക പീഠഭൂമി എന്നിവിടങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ എണ്ണക്കുരുക്കൾ വളർത്തുന്നത്. ഇന്ത്യയിലെ പ്രധാന എണ്ണക്കുരു വിളകൾ നിലക്കടല, കടുകുവർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവയാണ്. ഓക്കെ, എവിടെയൊക്കെയാണ്? മാൾവ പീഠഭൂമി, മറാത്തവാഡ, ഗുജറാത്ത് ആ ഒരു ഏരിയയും രാജസ്ഥാനും, പിന്നെ തെലങ്കാന, ആന്ധ്രാപ്രദേശിലെ റായലസീമ, കർണാടക പീഠഭൂമി. ഓക്കെ, പ്രധാനപ്പെട്ട എണ്ണക്കുരു വിളകൾ നിലക്കടല, കടുകുവർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി. ആദ്യം നമുക്ക് നിലക്കടലയെക്കുറിച്ച് നോക്കാം. നിലക്കടല ഒരു ഖാരിഫ് വിളയാണ്. വരണ്ട പ്രദേശങ്ങളിൽ മഴയെ ആശ്രയിച്ച് ഖാരിഫ് കാലത്ത് കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് നിലക്കടല. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇത് റാബി കാലത്തും കൃഷി ചെയ്ത് കാണാറുണ്ട് കേട്ടോ. നിലക്കടല പൊതുവെ ഒരു ഖാരിഫ് വിളയാണ്. വരണ്ട പ്രദേശങ്ങളിൽ മഴയെ ആശ്രയിച്ച് ഖാരിഫ് കാലത്താണ് ഇത് കൃഷി ചെയ്യുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇത് റാബി കാലത്തും കൃഷി ചെയ്ത് കാണാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര. ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാന ഉത്പാദകർ. അതും ഒരു ഏരിയ വൈസ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന മറ്റ് പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കൾ പ്രധാനമായിട്ടും കടുകുവർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവയാണ്. ഇതിൽ കടുകുവർഗ്ഗങ്ങൾ റൈ, സാർസൺ, ടോറിയ, ടറാമിറ എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എണ്ണക്കുരുക്കൾ ചേർന്നതാണ് കടുകുവർഗ്ഗങ്ങൾ. ഇപ്പോൾ ചോദ്യമായിട്ട് ചിലപ്പോൾ വന്നേക്കാം, റൈ, സാർസൺ, ടോറിയ, ടറാമിറ ഇത് എന്താണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഇനമാണെന്ന് ചോദിച്ചാൽ അത് കടുകുവർഗ്ഗങ്ങളാണ്, വിവിധങ്ങളായ എണ്ണക്കുരുക്കളാണ്. ഓക്കെ, കടുകുവർഗ്ഗങ്ങൾ പൊതുവെ മിതോഷ്ണ മേഖല വിളകളാണ് കേട്ടോ. മിതോഷ്ണ മേഖല വിളകളാണ് കടുകുവർഗ്ഗങ്ങൾ. ഇനി സോയാബീൻ ഉത്പാദനത്തിൻ്റെ 90% കേന്ദ്രീകരിച്ചിരിക്കുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ്. സോയാബീൻ ഉൽപ്പാദനത്തിൻ്റെ 90% കേന്ദ്രീകരിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഇനി സൂര്യകാന്തി നോക്കുകയാണെങ്കിൽ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായിട്ടും സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. സൂര്യകാന്തി പാടങ്ങൾ പൂത്തു, അത് കാണാനായിട്ട് ജനങ്ങൾ വന്നു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് അല്ലേ. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. ഓരോ വിളകൾ പഠിക്കുമ്പോഴും തൊട്ടു മുന്നേ പഠിച്ചതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നവയൊക്കെ ഒന്ന് കൂട്ടിയിണക്കി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളും അവയുടെ വിശദാംശങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാണ്യവിളകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാണ്യവിളകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരുത്തി. ചോദ്യപേപ്പറുകളൊക്കെ നോക്കിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം പരുത്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ PSCക്ക് എത്ര ഇഷ്ടപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ പരുത്തിയെക്കുറിച്ച് നോക്കാം. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തി ഒരു ഉഷ്ണമേഖലാ വിളയാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്, ഒരു ഉഷ്ണമേഖലാ വിളയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി അറിയപ്പെടുന്ന മറ്റൊരു പേര് നർമ്മ എന്നാണ്. നർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ലോകത്തിൽ പരുത്തി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്.
പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. ലോകത്തിൽ പരുത്തി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യവും ഇന്ത്യയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അത് കറുത്ത മണ്ണാണ്, അഥവാ റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി കൃഷിയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് പ്രധാനമായിട്ടും പരുത്തി കൃഷി ചെയ്യുന്നത്? ഇന്ത്യയിൽ പ്രധാനമായിട്ടും പരുത്തി കൃഷി ചെയ്യുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും പരുത്തി കൃഷി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലോ? കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. പാലക്കാട്, ചിറ്റൂർ. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണാണെന്നല്ലേ. അപ്പോൾ കേരളത്തിൽ കറുത്ത മണ്ണ് കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം പാലക്കാടാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട നാരുവിളകളാണ് പരുത്തിയും ചണവും. പരുത്തിയും ചണവും ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തു വരുന്ന നാരുവിളകളാണ്. ഇതിൽ പരുത്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അടുത്ത നമുക്ക് നോക്കാം ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിളയാണ് ജൂട്ട് അല്ലെങ്കിൽ ചണം. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ചണം ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ചണം ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ചണം അഥവാ ജൂട്ട് ഒരു നാണ്യവിളയാണ്. ഇത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നു. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ ചണം ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ചണം ഉൽപ്പാദനത്തിൽ 4/3 ഭാഗവും പശ്ചിമ ബംഗാളിൻ്റെ തന്നെ സംഭാവനയാണ് കേട്ടോ. രാജ്യത്തിൻ്റെ ചണം ഉൽപ്പാദനത്തിൽ 4/3 ഭാഗവും പശ്ചിമ ബംഗാളിൻ്റെ സംഭാവനയാണ്. ഈ ഒരു പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാനമായിട്ടും ചണ ഉൽപ്പാദന മേഖല എന്നറിയപ്പെടുന്നത്. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപ്പാദന മേഖല. പശ്ചിമ ബംഗാൾ കൂടാതെ അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായിട്ടും ചണം കൃഷി ചെയ്തു വരുന്നത്. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ. ഓക്കെ. ഇനി ഈ ഒരു ചണം ചൂടും ഈർപ്പവുമുള്ള സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടും വളരുന്നത്. ചൂടും ഈർപ്പമുള്ള സാഹചര്യത്തിൽ വളരുന്നത് കൊണ്ട് തന്നെ ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ഈ ഒരു ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമായിട്ടാണ് പറയുന്നത്. ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി ചണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഇത് നമ്മൾ കുറച്ച് മുന്നേ എവിടെയോ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഗോതമ്പ് കൃഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ചണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. ചണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. ഓക്കെ. അടുത്തത് കരിമ്പ്. കരിമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. കരിമ്പിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. എന്നാൽ കരിമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കല്ല കേട്ടോ. കരിമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഉള്ള രാജ്യം ബ്രസീലാണ്. കരിമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ്. 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇനി ഇന്ത്യയിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ് കേട്ടോ. ഗോതമ്പിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് സംസ്ഥാനമായിരുന്നു? അതും ഉത്തർപ്രദേശ് തന്നെയായിരുന്നു കേട്ടോ. കണക്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യയിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം.
ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം ഏതാണ്? ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ് കേട്ടോ. അതും ഓർത്തിരിക്കുക. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ്, ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം ക്യൂബ. ഇനി കരിമ്പ് പ്രധാനമായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? പഞ്ചസാര ഉൽപ്പാദനത്തിന്. പഞ്ചസാര ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുവാണ് കരിമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ് കേട്ടോ. പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. കരിമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനവും ഇന്ത്യക്കാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീലാണ്. ഇനി ഇന്ത്യയിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നതും ഉത്തർപ്രദേശാണ്. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം ക്യൂബയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. ക്ലിയർ ആണല്ലോ? നമുക്കറിയാലേ, പൊതുവായിട്ട് കരിമ്പിൻ്റെ കൃഷി എന്ന് പറയുന്നത് തന്നെ ധാരാളം വെള്ളം ആവശ്യമായിട്ടുള്ളൊരു കൃഷിയാണെന്ന്. ഇന്ത്യയിൽ കൂടുതലായിട്ട് ജലസേചനത്തെ ആശ്രയിച്ച് വളരുന്നൊരു വിളയാണ് കരിമ്പ് എന്ന് പറയുന്നത്. ഉപ ആർദ്ര കാലാവസ്ഥയിൽ മഴയെ ആശ്രയിച്ചാണ് ഈ ഒരു കരിമ്പ് കൃഷി ചെയ്തു വരുന്നത്. ചൂട് മഴയുള്ള കാലാവസ്ഥ പൊതുവെ ഈ ഒരു കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. എങ്കിൽ കൂടി ഉപ ആർദ്ര കാലാവസ്ഥയിൽ മഴയെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ കരിമ്പ് കൃഷി ചെയ്തു വരുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഉത്തർപ്രദേശാണ് രാജ്യത്തിലെ 5ൽ 2 ഭാഗം കരിമ്പും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇതേ തുടർന്ന് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവ. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശിനെ തുടർന്നുള്ള മറ്റ് പ്രധാന ഉൽപ്പാദകർ. കരിമ്പിൻ്റെ വിളവെടുപ്പ് നോക്കുകയാണെങ്കിൽ, കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുക്കണം. ഇല്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുക്കുന്നതിനുള്ള കാരണം കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സമയം വൈകുന്നോറും അതിലെ സൂക്രോസിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കരിമ്പ് എന്നത് പഞ്ചസാരയുടെ അസംസ്കൃത വസ്തുവാണെന്ന്. കരിമ്പ് പഞ്ചസാരയുടെ മാത്രമല്ല ശർക്കരയുടെയും അസംസ്കൃത വസ്തുവാണ് കേട്ടോ. പഞ്ചസാരയും ശർക്കരയും ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. ഇനി പുകയിലയെക്കുറിച്ച് നോക്കാം. പുകയില. ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അത് ചൈനയാണ് കേട്ടോ. ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡാണ്. ഇനി പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു അല്ലെങ്കിൽ രാസവസ്തു നിക്കോട്ടിനാണ്. ഒരുപാട് തവണ PSC ചോദ്യപേപ്പറിൽ കണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പുകയില, ചവിട്ട് നാടകം എന്നിവയൊക്കെ കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാരാണെന്നും പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടിനാണെന്നും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ്. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടിൻ. അടുത്തത് സുഗന്ധവിളകളാണ്. ഇന്ത്യയിലെ സുഗന്ധവിളകളുടെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഗന്ധവിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഗ്രാമ്പു, ഇഞ്ചി, കരയാമ്പു, വെളുത്തുള്ളി, മഞ്ഞൾ, ജാതിക്ക തുടങ്ങിയവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഗന്ധവിളകൾ. ഇന്ത്യയിലെ സുഗന്ധവിള തോട്ടങ്ങൾ അത് ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത് പശ്ചിമഘട്ട മലനിരകളിലാണ്. നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലാണ് ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലാണ് അനുകൂലമായിട്ടുള്ള വളർച്ചാ ഘടകങ്ങളുള്ളത്. അതായത് നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയും അതുപോലെ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് പശ്ചിമഘട്ടത്തിൻ്റെ അനുകൂല ഘടകങ്ങൾ.
ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം അത് ഇടുക്കിയിലെ വണ്ടൻമേടാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം വണ്ടൻമേടാണ്. ഇനി ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ബോർഡ് കൊച്ചിയിലാണ്. കേരളത്തിലെ കൊച്ചിയിലാണ് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് കേട്ടോ. മാരിക്കുന്ന്, കോഴിക്കോട്ടിലെ മാരിക്കുന്നിലാണ് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ബോർഡ് കൊച്ചിയിലും ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം മാരിക്കുന്നുമാണ്. ശ്രദ്ധിച്ച് പഠിക്കുക, തെറ്റിപ്പോവരുത് കേട്ടോ. അപ്പോൾ സുഗന്ധവിളകളെക്കുറിച്ച് നമ്മൾ അധികമൊന്നും പഠിക്കുന്നില്ല. ഏതൊക്കെയാണ് സുഗന്ധവിളകൾ എന്നൊന്ന് ജനറലായിട്ട് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ പ്രധാനമായിട്ടും പശ്ചിമഘട്ട മലനിരകളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം വണ്ടൻമേടാണ്, ഇടുക്കി ജില്ലയിൽ. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ബോർഡ്, ഇന്ത്യൻ സ്പൈസസ് ബോർഡ് കൊച്ചിയിലാണ്. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടുമാണ്. മാരിക്കുന്ന്, കോഴിക്കോട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇന്ത്യയിലെ പ്രധാന തോട്ടവിളയായ തേയിലയെക്കുറിച്ച് നോക്കാം. തേയില ഉത്തര ചൈനയിലെ മലനിരകളിലെ തനത് വിളയാണ് തേയില. അതുകൊണ്ട് തന്നെ തേയിലയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ചൈനയാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ചൈനയാണ്. ഇനി ഇന്ത്യയിലെ തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിലെ തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആസാമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രവും ആസാമിലാണ്. ആസാമിലെ ഗുവാഹത്തിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം. അതുകൊണ്ട് തന്നെ തേയില തോട്ടം, ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ്. ഇന്ത്യയിലെ തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആസാമാണ്. രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാളിനാണ് കേട്ടോ. ഇന്ത്യയിലെ തേയില ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഒന്നാം സ്ഥാനം ആസാമിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ആസാമിലെ ഗുവാഹത്തിയിലാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ പാനീയം ചായയാണ്. ഇന്ത്യയുടെ ദേശീയ പാനീയം എന്നറിയപ്പെടുന്നത് ചായയാണ്. അങ്ങനെയാണെങ്കിൽ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കഫീനും ടാനിനും. കഫീൻ, ടാനിൻ എന്നിവയാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാളിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തിയാണ് ആസാമിലെ. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ്. ഇന്ത്യയുടെ ദേശീയ പാനീയം ചായയാണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കാഫീനും ടാനിനുമാണ്. ഓക്കെ. തേയിലയെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. തേയിലത്തോട്ടങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വർഷം 1840 1840 ആസാമിലെ ബ്രഹ്മപുത്ര താഴ്വരയിലാണ് തേയിലത്തോട്ടങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴയും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതായത് ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ ഒരു തോട്ടവിളയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ തേയിലത്തോട്ടങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തേയിലത്തോട്ടങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1840 1840 ആസാമിലെ ബ്രഹ്മപുത്ര താഴ്വരയിൽ. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും, അതായത് മഴയും, 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്തത് കാപ്പി. ചായയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാനീയ ഇനമാണ് കാപ്പി. നമുക്കറിയാം അല്ലേ. കാപ്പി ഒരു ഉഷ്ണമേഖല തോട്ടവിളയാണ് കേട്ടോ. കാപ്പി ഒരു ഉഷ്ണമേഖല തോട്ടവിളയാണ്. ലോകത്തിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ് കേട്ടോ. ലോകത്തിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ്. എന്നാൽ കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് വേറെയാണ്, എത്യോപ്യ. കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് എത്യോപ്യയാണ്. ലോകത്തിലെ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലും കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് എത്യോപ്യയുമാണ്. ഇനി ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം
കർണാടകയാണ്. ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശം കർണാടകയിലെ ചിക്കമംഗ്ലൂരാണ്. അതുകൊണ്ട് തന്നെ കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ചിക്കമംഗ്ലൂരാണ്. ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിലെ ചിക്കമംഗ്ലൂരാണ് ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശം. ചിക്കമംഗ്ലൂരിനെ കർണാടകയുടെ കോഫി ലാൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കോഫി വെറൈറ്റീസ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവയാണ്. ഈ അറബിക്കയും റോബസ്റ്റയും ഒരുപാട് തവണ നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അറബിക്ക, റോബസ്റ്റ തുടങ്ങിയവ എന്തിൻ്റെ വെറൈറ്റി ആണ് എന്നുള്ളത്. കാപ്പിയുടെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക തുടങ്ങിയവ കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം അറബിക്കയാണ്. അതുകൊണ്ടാണ് ഇത് ചോദ്യത്തിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെയും ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം അറബിക്കയാണ്, നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. കാപ്പി കൃഷിക്ക് നല്ല മഴ ആവശ്യമാണ്. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഉഷ്ണമേഖല തോട്ടവിളയാണ് കാപ്പി. ലോകത്തിലെ കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ബ്രസീലാണ്. കാപ്പിയുടെ ജന്മദേശം എത്യോപ്യയാണ്. ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കർണാടകയാണ്. ആകെ ഇന്ത്യയിലെ കാപ്പി ഉൽപ്പാദനത്തിൽ 2/3 ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യമായിട്ട് കാപ്പി കൊണ്ടുവന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കർണാടകയിലെ ചിക്കമംഗ്ലൂരാണ്. കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നതും ചിക്കമംഗ്ലൂരാണ്. ഇനി പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങൾ അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങൾ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം അത് അറബിക്കയാണ്. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് അനിവാര്യമായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അവസാനമായിട്ട് നമുക്ക് റബ്ബറിനെ കുറിച്ച് പഠിക്കാം. റബ്ബറിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ബ്രസീലാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ എന്നറിയപ്പെടുന്നത് ഹെൻറി എ വിക്ഹാം ആണ്. 1875 ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ എന്നറിയപ്പെടുന്നത് ഹെൻറി എ വിക്ഹാം ആണ്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ പ്ലാന്റേഷനുകൾ നടന്നത് 1895 1895 കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷനുകൾ നടന്നത്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ ഹെൻറി എ വിക്ഹാം ആണ്. 1875 ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ നടന്നത് 1895 കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ്. ആദ്യം മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച ഈ ഒരു റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ പിന്നീട് വടക്കൻ ജില്ലകളിലേക്കും കൂടെ വ്യാപിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ അത്യാവശ്യം എല്ലായിടങ്ങളിലും റബ്ബർ കൃഷിയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. റബ്ബർ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയത് 1902 കേട്ടോ. റബ്ബർ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയത് 1902. ഇനി റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയതും 180 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമുള്ളതാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 180 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ്? അത് ഐരാപുരത്താണ്. എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഉള്ളത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 180 സെൻറ്റിമീറ്ററിൽ മുകളിലുള്ള മഴയുമാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ ഇത്രയും.
കാർഷിക വിളകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണിത്. തമ്മിൽ മാറിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ടാബുലർ ഫോം ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡുകൾ പോലെയൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല രീതിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.